Hello guys, welcome back to my channel Alfoo's World. ഗൈസ് ഇപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് കിടക്കുന്ന വീഡിയോ ആണ് ഗൈസ്. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് സമയം കിട്ടിയത്. അപ്പോൾ ഗൈസ് നമ്മൾ ടുഡേ വി ആർ ഗോയിങ് ടു കുട്ടനാട് കുഞ്ചമേലെ പാലുള്ള പടിയാണ്. ഞാൻ പാടി കഴിഞ്ഞാൽ മഴ പെയ്യും, അതുകൊണ്ട് പാടുന്നില്ല. അപ്പോൾ കൊച്ചാജി ഉണ്ട്, നമ്മൾ കൊച്ചാജി ആയിട്ട് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഒരു കാരണം നമ്മൾ ഫുഡ് കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. കാരണം കുട്ടനാട് കരിമീൻ അങ്ങനെയുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ദാണ്ടെ വന്നു. പക്ഷേ ഇത്രയും നേരമായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് 3 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് വെച്ച് പോകുകയാണ് ഗൈസ്. അങ്ങനെ ദാണ്ടെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കഴിയുമ്പോഴത്തേക്കും ഞാൻ പുറകിൽ കൊച്ചാട വണ്ടിയിലാണ്. അപ്പോൾ വിളിക്കുകയാണ്, ഫുഡ് കഴിക്കണ്ടേ നിർത്ത്. അപ്പോൾ ഒരു ചർച്ച് കണ്ടു, നല്ല ഭംഗിയുണ്ട്. വലിയ ചർച്ചാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ചർച്ചിൻ്റെയൊക്കെ വിശേഷങ്ങൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പാലത്തിലാണ് കയറിയത്. ഇത് നമ്മുടെ എന്താ പറയുക, കായലാണ്. ഇതിലൂടെ നമ്മുടെ ഹൗസ് ബോട്ടും കാര്യമൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാൻ കൊച്ചാട വണ്ടിയിലായിരുന്നു വന്നത്. അവസാനം നമ്മൾ ന്യൂയോർക്ക് എന്ന കടയിൽ നമ്മൾ ഉമ്മയുടെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പം അവിടെ ഏറ്റവും ബെറ്ററായിട്ട്, അതായത് അഫോർഡബിൾ ആയിട്ടുള്ള അത്യാവശ്യം റേറ്റാണ്, എന്നാലും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ പറ്റുന്ന ഒരു കടയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ന്യൂയോർക്കിലെത്തി. സംഭവം ചെന്ന് കയറുമ്പോൾ തന്നെ ബിഗ് സ്റ്റാർ അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേ തെങ്ങിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കയറി കുറേ പേര് ഫോട്ടോ എടുക്കാനായിട്ട് മാത്രം ഇവിടെ വരുന്നവരുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാനൊന്നുമല്ല, ഫോട്ടോ എടുക്കുക. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കുറേ കുഞ്ഞി കുടിൽ പോലത്തെ സംഭവം, അതിനകത്തൊക്കെ ഇങ്ങനെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവമൊക്കെ ചെയ്തിട്ട് അടിപൊളി ഗൈസ്. കാണാൻ സൂപ്പർ, ഒരു രക്ഷയില്ലായിരുന്നു. നേരിട്ട് കാണാൻ കാരണം ഇതിൻ്റെ പുറകിൽ നമ്മുടെ വയലും അങ്ങനെയുള്ള സംഭവമൊക്കെയാണ്. അങ്ങനെ ദാണ്ടെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ന്യൂയോർക്ക് ഗൈസ്, ന്യൂയോർക്ക്. അങ്ങനെ ദാണ്ടെ കുഞ്ചൻ ഇവിടെ ഉണ്ട്, പിന്നെ മറ്റാപ്പി ഇവിടെ ഉണ്ട്. മറ്റാപ്പി എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. നിക്കുച്ചൻ ദാണ്ടെ അങ്ങോട്ട് സീറ്റുള്ളത് തപ്പിപ്പോകുന്നു. അവസാനം നമ്മൾ കഴിക്കാനിരുന്നതിൻ്റെ ആ വിൻഡോ തുറക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കാണുന്നത്. ഒരു കൊച്ചു മുറി പോലെ, ജസ്റ്റ് ഒരു കുഞ്ഞി ഹോൾ, ഒരു ടൈനി റൂമായിരുന്നു. അങ്ങനെ എന്താ പറയുക, അവിടെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. കറക്റ്റ് നമ്മുടെ എണ്ണ, അതായത് നിക്കൂച്ചൻ, കൊച്ച, മറ്റാപ്പി, കുഞ്ഞു, ഉമ്മി, അതുപോലെ തന്നെ ആലി, ഞങ്ങൾ 8 പേർക്ക് ഇരിക്കാനുള്ള ചെയറുണ്ടായിരുന്നു. പിന്നെ ബഹളം വെച്ച് അവർ കസേര കൊണ്ടു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്. പാസ്പോർട്ടും ഇല്ല. ചിക്കൻ വേണ്ട, മീൻ കറി വേണ്ട, ഇതിലൊന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം, പൊറോട്ട, അതുപോലെ തന്നെ നമ്മുടെ കുഴ എന്ന് പറയത്തില്ലേ, ആ സംഭവം. പിന്നെ മറ്റാപ്പിക്ക് ചൂരക്കറി, പിന്നെ താറാവ് കറി, അതുപോലെ തന്നെ കരിമീൻ മേടിച്ചു. പിന്നെ കൊഞ്ച് മേടിച്ചു. അത്രയായിരുന്നു നമ്മൾ മേടിച്ചത്. അത്യാവശ്യം നല്ല. പക്ഷേ അപ്പം എന്നൊക്കെ പറയുമ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വേറെയാണ്. കാരണം നമ്മുടെ നാട്ടിലെ അപ്പം വേറൊരു രീതിയിലല്ലേ ഇരിക്കുന്നത്. ഇവർ ഈസ്റ്റൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വേറെ ടേസ്റ്റ്. പിന്നെ പൊറോട്ടയും നല്ല ചെമ്മീൻ കറി അടിപൊളി. അതുപോലെ മീൻചാറ് അടിപൊളിയാണ് ഗൈസ്. ക്വാണ്ടിറ്റി വളരെ കുറവാണ്, അത്യാവശ്യം നല്ല എക്സ്പെൻസീവുമാണ്. അത് പറയാതിരിക്കാൻ വയ്യ, അത്യാവശ്യം നല്ല എക്സ്പെൻസീവുമാണ്.
പിന്നെ എല്ലാവരും നല്ലോണം കഴിച്ചു എന്നുള്ള ആ കുഴയൊക്കെ എന്ന് വെച്ചാൽ നല്ല നമ്മുടെ നാടൻ രീതിയിൽ തന്നെ ചെയ്യുന്ന പോലെ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്താ പറയുക, താറാവ് കൊച്ചാ കൂട്ടും, വേറെ ആരും അങ്ങനെ കൂട്ടാറില്ല. ഞാൻ ചാറ് മാത്രമേ എടുത്തുള്ളൂ, അപ്പം കൊച്ച മാത്രമേ കൂട്ടത്തുള്ളൂ. തോട്ടുമീൻ ഇപ്പോൾ പറയുമ്പോൾ നിക്കൂച്ചൻ കൂട്ടത്തില്ല, മറ്റു കൂട്ടത്തില്ല, മറ്റാപ്പി കൂട്ടത്തില്ല, കുഞ്ഞു 3-4 മീനൊക്കെ കൂട്ടും, ബാക്കിയൊന്നും കൂട്ടത്തില്ല. ബാക്കി ഞാൻ, കൊച്ച, ഉമ്മി, ആലി, ഞങ്ങൾ ഇത്രയും പേരുവേ കൂട്ടാറുള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലേറ്റിൻ്റെയൊക്കെ അവസാന അവസ്ഥ ഇതാണ്. അപ്പോൾ ഗൈസ് എന്താ പറയുക, അടിപൊളി ടേസ്റ്റാണ്. കരിമീനൊക്കെ നമ്മൾ ഒരു കരിമീൻ നോർമലി നമ്മൾ കൊച്ചായൊക്കെ ആയിട്ട് വരുമ്പോൾ ബൾക്കായിട്ട് മേടിച്ചിട്ട് നമ്മൾ പൊരിച്ച് തിന്നുന്നതൊക്കെയാണ്. പക്ഷേ ഇത് ഒരു കരിമീന് 650 രൂപയായിരുന്നു ഗൈസ്. അതൊക്കെ നമ്മൾ നല്ല വ്യൂസ് ആയിരുന്നു, അടിപൊളി. ഈ ഒരു എക്സ്പെൻസീവ്, കാരണം നമുക്ക് അതിനുള്ളതില്ലായിരുന്നു, നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി ഉള്ള സാധനം നമ്മൾ നോർമലി ഇപ്പം ന്യൂലാൻഡിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു രീതി ഇല്ലായിരുന്നു. അത് ഒരു വിഷമമുണ്ട്. പിന്നെ വ്യൂസൊക്കെ അടിപൊളി. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആലിക്ക് കുറേ ഫോട്ടോ എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കാരണം ഇത്ര നല്ലൊരു വ്യൂസിൽ വരുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഫോട്ടോ എടുത്ത് പോകും. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച്. അപ്പം ഗൈസ്, ഈ ഒരു കുട്ടനാടെന്ന് പറയുന്നതിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ബിക്കോസ് നമ്മുടെ മറ്റാപ്പി പണ്ട്, അതായത് മറ്റാപ്പിക്ക് പണ്ട് തേങ്ങയുടെ കച്ചവടമായിരുന്നു. വലിയ ഇഷ്ടം പോലെ തേങ്ങയൊക്കെ എടുത്തിട്ട് അങ്ങനെയുള്ള മറ്റാപ്പിക്ക് പണ്ട് വള്ളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 3-4 വള്ളമൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നു ഗൈസ്. പണ്ടത്തെ രാജാവായിരുന്നു മറ്റാപ്പി. എന്തുവാ, അപ്പോൾ ഗൈസ് പിന്നെ വള്ളമൊക്കെ കൊടുത്തു, അങ്ങനെ കുറച്ച് ഇതൊക്കെ. അപ്പോൾ മറ്റാപ്പിയുടെ സ്ഥലമാണ് ഗൈസ് ഈ കുട്ടനാട്. മറ്റാപ്പി എപ്പോഴും ചമ്പക്കുളം ഈ ഒരു സ്ഥലത്ത് എപ്പോഴും മറ്റാപ്പി തേങ്ങ കൊടുക്കാനും എടുക്കാനും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ മറ്റാപ്പിക്ക് ഭയങ്കര പരിചയമാണ്. അങ്ങനെ മറ്റാപ്പി പറഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോകുന്നത്. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ ചർച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം മറ്റാപ്പിക്ക് അവിടെ അറിയാവുന്ന ആരാണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ മറ്റാപ്പിയുടെ വിശ്വാസത്തിൽ ഇതേണ്ട ചർച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഗൈസ്, വലിയ ചർച്ച്, അതായത് ഞാൻ ഇതുവരെ ചർച്ചിലൊന്നും കയറിയിട്ടില്ല. ഞാൻ ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിന് ഇതുവരെ കൂടിയിട്ടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കേണ്ടതാണ്, ഞാൻ തീർച്ചയായും വരുന്നതായിരിക്കും. അപ്പോൾ എന്താ ഗൈസ്, വലിയ ചർച്ച്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലുത്. അതായത് നമ്മുടെ ഡാണാപ്പടിയിലൊരു ചർച്ചുണ്ട്, അത് എല്ലാ ഞായറാഴ്ചയും കുർബാനയുള്ളൊരു ചർച്ചാണ്. പക്ഷെ അത് ഇത്രയും വലുതൊന്നുമില്ല. പക്ഷേ ഇത് നല്ല വലുത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ബോട്ട്, എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. പക്ഷേ നല്ലതായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു കുർബാന ഉണ്ടായിരുന്നു, മണി അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ചെന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ പടനായികനെ പോലെ ഇങ്ങനെ നയിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പാറ വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് മറ്റേ മറിയവും യേശുവും കൂടി ഇരിക്കുന്ന ആ ഒരു സംഭവമാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇവിടെയൊക്കെ കുഞ്ഞി കല്ലൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങ് വരെ നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ മറ്റാപ്പി ഫ്രണ്ടിലൂടി പോകുന്നുണ്ട്. പിന്നെ സെൻറ്റ് ജോസഫ് ആട്രിയം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചർച്ചിൻ്റെ സ്ട്രക്ചറാണ് ഗൈസ്. പിന്നെ ഗായ്സ് താണ്ട് ഇവിടെ കുറേ ചെടിയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് മറ്റേ കുമ്പസാര കേന്ദ്രമാണ്. നമ്മുടെ മുന്നിൽ കൂടി 3 തോളത്ത് കയറ്റുകൊണ്ട് നടക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു പാറ്റേൺ പോലെ. ഞാനും ആലിയും മറ്റു പുറയിൽ വരുന്നുണ്ട്. മറ്റാപ്പി പിന്നെ അറിയാവുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങ് വെട്ടാന്ന് പോയി, അത് വേറെ കാര്യം. അങ്ങനെ നമ്മുടെ ഈ ഒരു ചർച്ചിൻ്റെ അതിലെ നമ്മുടെ ആ ഒരു ആറ്ററമ്പിലേക്ക് ഇറങ്ങാനുള്ളൊരു വഴി ഉണ്ടായിരുന്നു. അയ്യോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ താണ്ടെ ഫസ്റ്റ് പരിചയക്കാരനെ അവിടെ വെച്ച് അങ്ങ് പരിചയപ്പെട്ടു. പിന്നെ ഹൗസ് ബോട്ടൊക്കെ നമ്മൾ കണ്ടു ഗൈസ്. പിന്നെ മറ്റാപ്പി ഇങ്ങനെ പഴയ ഓർമ്മകൾ അയവിറക്കി നിൽക്കുകയാണ്. എന്നിട്ട് മറ്റാപ്പി പറഞ്ഞ എന്തുവാ, അങ്ങാടിയിൽ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് പോയി. കാര്യണ്ടാ? അല്ല, അത് ശരിയാ. ഇവിടെ വന്നിട്ട് പോലും ഞാൻ പറഞ്ഞാല മറ്റേ ഇതാണോ തോന്നുന്നു അമ്മ.
ആ ശരി വാ നമുക്ക് എല്ലാവരും കയറിയിട്ട് വരാം. പാലം വരെ ഉണ്ട്, പിന്നെ ഇങ്ങോട്ട് പോകും. പിന്നെ വേണേ ഇതിലേക്ക് ഇറങ്ങി ഇത്രയോ അറിയുക. പഴയ തേങ്ങ കച്ചവടക്കാരൻ. അത് പിള്ളേരൊക്കെ ആയിട്ടൊന്ന് കറങ്ങി വണ്ടിയിലുണ്ട്. വണ്ടിയിലെ പള്ളിയുടെ അടുത്ത് വെച്ചിട്ട് അവിടെ വരെ ഉണ്ട്. പിന്നെ പാലം കയറി അങ്ങനെ പറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്ന എടുമുടിയാ. ഇവിടുന്ന് മോട്ടോർ സർവീസ് ചമ്പക്കുളം 12 അതെ ആ സൊസൈറ്റി ആണ്. ഞങ്ങൾ തേങ്ങ എടുക്കുന്ന സൊസൈറ്റി. ടൂറിസ്റ്റ് ഗൈസ് അപ്പോൾ ദാണ്ട് ഇതാണ് നമ്മുടെ ചർച്ചിലേക്ക് വ്യൂ എന്ന് പറയുന്നത്. എന്താ ഗൈസ് അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്, അടിപൊളി. അപ്പോൾ ഇനി നമ്മൾ എന്താ പരിപാടി, ഇത് ഒരു എത്തും പിടിയുമില്ല ഗൂയ്സ്. അങ്ങനെ ദാണ്ടെ അവർ ദാണ്ടെ ഇങ്ങനെ കുറേ കൂട്ടങ്ങളായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ പിന്നെ പാവങ്ങൾ, പിന്നെ അത്യാവശ്യം കാർമേഘമൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് പള്ളി അങ്ങ് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ ചിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും ലൈറ്റായിട്ട് വന്നുകൊണ്ട് വേറൊന്നും കറങ്ങാൻ പോകാൻ പറ്റിയില്ല. അതുമല്ല നമ്മൾ ചെന്നിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട്, അതപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതാണ്ട് ഞങ്ങൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഇവർ പുറകിൽ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ കയറിയ ചർച്ച് ഗായ്സ്. നമ്മൾ കറങ്ങിയൊക്കെ വരികയാണ്. അപ്പോൾ എന്താ ഗൈസ് അടിപൊളിയായിരുന്നു. നല്ല എന്താ പറയുക, നല്ലൊരു ഫീല് എന്ന് വെച്ചാൽ ആ ഒരു പാടവും വൈബും. കാരണം നമ്മുടെ ഇവിടെ എന്നൊക്കെ വെച്ചാൽ ഉള്ളിലോട്ട് എന്ന് വെച്ചാൽ ഒത്തിരി അല്ല, എന്നാലും ഉള്ളിലോട്ടായതുകൊണ്ട് കുറച്ച് ഇതാണ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ അവസാനിക്കുമ്പോൾ എല്ലാവർക്കും ടാറ്റാ.